ശ്രദ്ധിക്കാൻ പോകുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി ഒരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതിലെ ഒരു അംഗം തൻ്റെ ഒരു സഹപ്രവർത്തകന് കിട്ടിയ ഒരു പ്രൊമോഷനെപ്പറ്റി വളരെ ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു സന്ദേശം. അതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീ ബാസിത് ബാഖവി എന്ന വ്യക്തിയാണ് ഇവിടെ ടീം കോർഡിനേറ്റർ അഥവാ TC എന്നൊരു പദവിയിലേക്ക് എത്തിയത്. ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നത് അതേ കമ്പനിയിലെ തന്നെ റീജിയണൽ ടീം കോർഡിനേറ്റർ RTC ആയ ഹമീദ് മുസ്ലിയാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ നേട്ടത്തെക്കുറിച്ചും അദ്ദേഹം അതിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? തീർച്ചയായും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിപരമായ അനുമോദനമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഇത് നമ്മളോട് പറയുന്നുണ്ട്. ഒരു പ്രൊമോഷനെ എങ്ങനെയാണ് ഒരാൾ, അതായത് ഇവിടെ ഹമീദ് മുസ്ലിയാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എന്തിനൊക്കെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, ഇതൊരു പക്ഷേ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ ഉള്ളിലെ ചില മനോഭാവങ്ങളെപ്പറ്റിയും മൂല്യങ്ങളെപ്പറ്റിയും ഒക്കെ നമുക്കൊരു സൂചന തരും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഹമീദ് മുസ്ലിയാരുടെ കാഴ്ചപ്പാടാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെയുള്ള ചിത്രീകരണം. അതെ അതെ, ഹമീദ് മുസ്ലിയാർ ആദ്യം തന്നെ പറയുന്നത് ബാസിത് ബാഖവിയുടെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അദ്ദേഹം അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല, ഒരു വാചാലനായ പ്രസംഗകനല്ല എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട്. പകരം എങ്ങനെയാ സൗമ്യൻ, സ്നേഹമുള്ളവൻ, കാരുണ്യമുള്ളവൻ, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല സൂക്ഷ്മതയുള്ളവൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു മതപണ്ഡിതനും അധ്യാപകനുമായിരുന്നിട്ട് പോലും ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മനോഭാവത്തോടെ വളരെ അച്ചടക്കത്തോടെയാണ് പ്രവർത്തിച്ചത് എന്നും പറയുന്നു. ഉൽപ്പന്നങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുമ്പോൾ പോലും ലാഭം മാത്രം നോക്കാതെ അവരുടെ ആവശ്യം മനസ്സിലാക്കി വളരെ ആത്മാർത്ഥതയോടെയാണ് ചെയ്തതെന്നും ഹമീദ് മുസ്ലിയാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശാന്തനായ മനുഷ്യന്റെ വിജയത്തിനു പിന്നിൽ ഒരുപക്ഷേ ഈ ഗുണങ്ങളാവാം കാരണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഒരു ബിസിനസ് നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ചില വാക്കുകളുണ്ട്. അഗ്രസീവ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓറിയന്റഡ്, അങ്ങനെയുള്ള വാക്കുകളല്ല ഇവിടെ വരുന്നത്. ഒരുപക്ഷെ ഇത് ആ ഒരു കൂട്ടായ്മയിൽ വ്യക്തിബന്ധങ്ങൾക്കും സ്വഭാവ ഗുണങ്ങൾക്കും എത്രത്തോളം വിലയുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാവാം. പിന്നെ ഒരു അധ്യാപകന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ട് ഒരു വിദ്യാർത്ഥിയുടെ വിനയത്തോടെ പഠിച്ചു പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു പഠിക്കാനുള്ള മനസ്സിനും അവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരിയാണ്. അതുപോലെ ഈ TC പദവിയെപ്പറ്റി പറയുമ്പോഴും അതൊരു കേവലം സാമ്പത്തിക നേട്ടമായിട്ടല്ല ഹമീദ് മുസ്ലിയാർ കാണുന്നത്. തീർച്ചയായും അതൊരു അംഗീകാരം തന്നെയാണ്. കമ്പനി ബാസിത് സാറിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ലീഡറായിട്ട് കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, അതും ഒരു സമ്മാനമായി നൽകുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറം പണം കൊണ്ട് അളക്കാൻ പറ്റാത്തൊരു മനുഷ്യ ബഹുമാനമായിട്ടാണ് അദ്ദേഹം ഇതിനെ അവതരിപ്പിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധേയമാണ്, സമ്മാനം. അതെ, ആ സമ്മാനം എന്ന പ്രയോഗം അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആശയത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. ഇൻഷുറൻസ് പരിരക്ഷ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ജോലിയുടെ ഭാഗമായുള്ള ഒരു ബെനിഫിറ്റാണ്. എന്നാൽ ഇവിടെ അതിനെ ഒരു സമ്മാനം എന്ന് പറയുമ്പോൾ അത് വെറുമൊരു അവകാശമല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഒരു സംഭാവനയ്ക്കും ഗുണമേന്മയ്ക്കും കിട്ടുന്ന ഒരു പ്രത്യേക അംഗീകാരമായിട്ട് മാറുകയാണ്. പണത്തേക്കാൾ അല്ലെങ്കിൽ പണത്തോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ മൂല്യത്തിനും പരിശ്രമത്തിനും കൊടുക്കുന്നൊരു ബഹുമതി. അങ്ങനെയാണ് ഹമീദ് മുസ്ലിയാർ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷേ ഇത് അംഗങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഭാഷാരീതി കൂടിയാവാം. ഇനി ഇതില് ഹമീദ് മുസ്ലിയാർ വളരെ ഇമോഷണലായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അത് ബാസിത് സാറിൻ്റെ രണ്ടാമൂഴം എന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഈ ബിസിനസ്സിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇതിൽ നിന്ന് മാറി നിന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകരുമായ മഹബൂബ് ഫൈസി സാറാണ് വീണ്ടും അദ്ദേഹത്തെ ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഹമീദ് മുസ്ലിയാരുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു പുതിയ ജന്മം പോലെയാണ്. നഷ്ടപ്പെട്ടുപോലെ ഒരു നിധി തിരികെ കിട്ടിയതുപോലെ അതിൻ്റെ ഒരു സന്തോഷം അത് ഇരട്ടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ പ്രൊമോഷൻ സ്റ്റോറിയല്ല, ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പുനർജന്മത്തിൻ്റെ കഥ കൂടിയാണ്. ഈ രണ്ടാമൂഴം എന്ന ആശയം അത് വളരെ ശക്തമാണ്. കൈവിട്ടുപോയ ഒരവസരം അല്ലെങ്കിൽ ഒരു സ്വപ്നം അത് വർഷങ്ങൾക്ക് ശേഷം തിരികെ പിടിക്കുക എന്ന് പറയുന്നത് അത് ആർക്കായാലും ഒരു പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഹമീദ് മുസ്ലിയാർ ഇതിനെ
ജീവിതത്തിന്റെ ഒരു അർത്ഥവുമായി മാറുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു വൈകാരികമായ ആഴം കൂടുന്നുണ്ട്. ഇത് വെറുമൊരു ബിസിനസ് തിരിച്ചുവരവല്ല, മറിച്ച് ഒരു വ്യക്തിപരമായ വീണ്ടെടുപ്പ്, ഒരു തരം ആത്മീയ പുനർജന്മം എന്ന തലത്തിലേക്ക് അദ്ദേഹം അതിനെ കൊണ്ടുപോവുകയാണ്. ആ നഷ്ടപ്പെട്ട മുതൽ തിരികെ കിട്ടുമ്പോഴുള്ള സന്തോഷം അതൊരു വെറും ഉപമയല്ല, അതൊരു ആഴത്തിലുള്ള അനുഭവമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം വരാം. ഇതുപോലുള്ള രണ്ടാമതൊരവസരങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം സാധാരണയാണ്? അല്ലെങ്കിൽ അത്തരം അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ തിരിച്ചുവരവ് എന്നത് വ്യക്തിപരം മാത്രമല്ല, ഒരുപക്ഷേ ആ ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു വിജയമായിട്ടാണോ ഹമീദ് മുസ്ലിയാർ ഇതിനെ കാണുന്നത്? കാരണം മഹബൂബ് ഫൈസിയുടെ പങ്ക് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടല്ലോ. വളരെ ശരിയാണ്. മഹബൂബ് ഫൈസിയുടെ പേര് അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോ അതിലൂടെ ഇത് കേവലം ബാസിത് സാറിന്റെ മാത്രം നേട്ടമല്ല, മറിച്ച് ആ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ, ആ ടീം വർക്കിന്റെ കൂടി വിജയമാണെന്ന് ഹമീദ് മുസ്ലിയാർ ഒരു തരത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. ഒരാൾ ചിലപ്പോ ഒന്ന് വീണുപോകുമ്പോൾ കൈപിടിച്ചുയർത്താൻ കൂടെ ആളുണ്ട് എന്നൊരു സന്ദേശം അതിലുണ്ട്. ഇത് അദ്ദേഹം പിന്നീട് പറയുന്ന സ്നേഹക്കൂട്ടായ്മ എന്നൊരു ആശയവുമായിട്ട് ചേർന്നു പോകുന്നുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ ശക്തിയാണ് ഒരുപക്ഷെ ഈ തിരിച്ചുവരവിന് പിന്നിൽ എന്നും അദ്ദേഹം പറയാതെ പറയുന്നു. അതെ. ഇനി ഈ ബിസിനസ്സിലൂടെ ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഹമീദ് മുസ്ലിയാർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു കണക്കനുസരിച്ച് ബാസിത് സാറ് ഏകദേശം ഒരു 8 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തു. ഇതിലൂടെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിച്ചു എന്നും പറയുന്നു. അതോടൊപ്പം മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ബിസിനസ് അവസരത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒരുപാട് കുടുംബങ്ങളിലേക്ക് ഈ ആശയം എത്തിക്കുകയും ചെയ്തു. ഇതിനെ അദ്ദേഹം കാണുന്നത് ഒരു കച്ചവടമായിട്ടല്ല, മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം, അല്ലെങ്കിൽ കുടുംബങ്ങൾക്കൊരു സാമ്പത്തിക ആശ്രയം, ചിലപ്പം പാവപ്പെട്ടവരുടെ വീടുകളിൽ അന്നമെത്തിക്കുന്ന ഒരു പ്രവർത്തനമെന്നൊക്കെയാണ്. ഇവിടെ ബാസിത് സാറിന്റെ ആ ഒരു ഇരട്ട വ്യക്തിത്വം ശ്രദ്ധേയമാണല്ലേ. അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, ഒരു അധ്യാപകനാണ്, അതേസമയം തന്നെ ആളുകളുടെ ആരോഗ്യത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതിനെ ഹമീദ് മുസ്ലിയാർ അപൂർവ സമന്വയം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കൈയിൽ പുസ്തകവും മറുകൈയിൽ ആരോഗ്യവും ബിസിനസ്സും നൽകുന്ന ഒരു കൗതുകകരമായ മാതൃക എന്നൊക്കെയാണ് പറയുന്നത്. സേവനം എന്നത് പ്രസംഗിക്കാൻ മാത്രമല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണെന്ന് ബാസിത് സാർ തെളിയിച്ചു എന്നും അദ്ദേഹം പറയുന്നു. ഈ സേവനം എന്ന വാക്ക് ഹമീദ് മുസ്ലിയാർ ആവർത്തിച്ചുപയോഗിക്കുന്നുണ്ട്. സേവനം എന്ന വാക്കാണ് ശരിക്കും ഈ വിവരണത്തിന്റെ ഒരു കാതലെന്ന് എനിക്ക് തോന്നുന്നു. കച്ചവട പ്രവർത്തനങ്ങളെ അദ്ദേഹം സാമൂഹിക നന്മയുമായിട്ട്, ആരോഗ്യ സംരക്ഷണവുമായിട്ട്, സാമ്പത്തിക സുരക്ഷയുമായിട്ട്, എന്തിനേറെ ആളുകളുടെ പ്രാർത്ഥനകളുമായി പോലും ഗുണം കിട്ടിയവർ ഓർക്കും പ്രാർത്ഥിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്, ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 8 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു എന്നതിനേക്കാൾ അത്രയും മൂല്യമുള്ള സേവനം ആളുകളിലേക്ക് എത്തി എന്ന് പറയുന്നതിലാണ് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത്. ഇത് ആ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ഒരു ധാർമ്മിക പരിവേഷം നൽകുന്നുണ്ട്. അതോടൊപ്പം ടീം വർക്കിന്റെ പ്രാധാന്യം വീണ്ടും വരുന്നു. ബാസിത് സാറിനെ തിരികെ കൊണ്ടുവന്ന മഹബൂബ് ഫൈസിയെയും സഹപാഠിയായ സരഫുദ്ദീൻ സാറിനെയും പിന്നെ തന്റെ ലീഡർമാരായ ഉമർ പന്നൂർ, അബ്ദുറഹ്മാൻ ചേരൂർ, ഇവരെല്ലാവരെയും ഹമീദ് മുസ്ലിയാർ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? ഈ വിജയം ഒരു വ്യക്തിയുടെ ഒറ്റയാൾ പോരാട്ടമല്ല, മറിച്ചൊരു ശൃംഖലയുടെ, ഒരു കൂട്ടായ്മയുടെ ഫലമാണെന്ന ആശയമാണ്. മറ്റുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ വളരണമെന്ന ചിന്തയൊക്കെ ഇതിന്റെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. കമ്പനി ഈ നേട്ടത്തെ എങ്ങനെ കാണുന്നു എന്നും ഹമീദ് മുസ്ലിയാർ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഇത് വെറുമൊരു ബിസിനസ് ടാർഗറ്റ് പൂർത്തിയാക്കലല്ല, മറിച്ച് ബാസിത് സാർ സമൂഹത്തിന് വിലമതിക്കാനാവാത്ത സേവനം ചെയ്തതിനുള്ള ഒരു ഔദ്യോഗിക അംഗീകാരമാണ് കമ്പനി ഇതിനെ കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും ആ സേവനമെന്ന വാക്കു വരുന്നു. ഇത് പണം കൊണ്ടളക്കാൻ പറ്റാത്ത മനുഷ്യബഹുമാനമാണെന്നും ആവർത്തിക്കുന്നു. പിന്നെ കമ്പനിയുടെ ഭാവിയെക്കുറിച്ചും ചില സൂചനകൾ ഈ സന്ദേശത്തിൽ കാണുന്നുണ്ട്. നിലവിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് പുറമേ ഒരു 1000ഓളം പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിലെത്തിച്ച് സമൂഹത്തിനാവശ്യമുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ കമ്പനി സഹായിക്കും എന്നാണ് ഹമീദ് മുസ്ലിയാർ പറയുന്നത്. ഇതൊരു പക്ഷേ അംഗങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും കമ്പനിയുടെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പദ്ധതിയുടെ സൂചനയായിരിക്കാം. എന്നാൽ ഇതിലെല്ലാം വെച്ച് ഏറ്റവും ദീർഘകാല പ്രത്യാഘാതമുള്ള ഒരു ആശയം ഹമീദ് മുസ്ലിയാർ അവസാനം പങ്കുവയ്ക്കുന്നുണ്ട്.
അതെന്താച്ചാൽ മരണശേഷവും കുടുംബത്തിന് വരുമാനം ഉറപ്പാക്കുന്ന പാസീവ് ഇൻകം എന്നൊരു ആശയം. ഇതിനെ തലമുറകളെ സംരക്ഷിക്കുന്ന കമ്പനിയുടെ ഒരു മഹത്വമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. താൻ ഈ ലോകത്തില്ലെങ്കിലും താൻ കെട്ടിപ്പടുത്ത ആ നെറ്റ്വർക്കിലൂടെ കുടുംബത്തിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും എന്നതൊരു യഥാർത്ഥ അനശ്വരത്വമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതൊരു ബിസിനസ് പ്രചോദന പ്രസംഗത്തിനപ്പുറം ഒരു ജീവിത കാഴ്ചപ്പാടായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഭാഗം വളരെ ശക്തമായ ചില കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തലമുറകളിലേക്കുള്ള സാമ്പത്തിക കരുതൽ, മരണശേഷവും തുടരുന്ന വരുമാനം, അതായത് പാസീവ് ഇൻകം, ഇതിനെയെല്ലാം മഹത്വം, യഥാർത്ഥ അനശ്വരത്വം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവരിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടത്തിനപ്പുറം ജീവിതത്തിലൊരു രീതിയിലാണ് അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അടയാളം ബാക്കി വയ്ക്കാൻ, ഒരു പൈതൃകം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം വാഗ്ദാനങ്ങൾ വളരെ ആകർഷകമായി തോന്നാം. സാമൂഹിക സേവനം, കൂട്ടായ്മയുടെ പിന്തുണ, തലമുറകളിലേക്കുള്ള കരുതൽ, ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഈ ബിസിനസ് കേവലം പണമുണ്ടാക്കാനുള്ളൊരു മാർഗമെന്നതിലുപരി ഒരു ജീവിത ദൗത്യം പോലെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ ഓർക്കണം, ഇതെല്ലാം ഹമീദ് മുസ്ലിയാരുടെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ വിജയത്തെ ആഘോഷിക്കുമ്പോൾ തന്നെ അതിനെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ, സാമൂഹികവും തലമുറകൾ നീളുന്നതും എന്തിന് മരണാനന്തരമുള്ളതുമായ തലങ്ങളിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോ ഹമീദ് മുസ്ലിയാരുടെ ഈ ഒരു അനുമോദന സന്ദേശത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ: 1. ബാസിത് ബാഖവിയുടെ അശാന്തമായ വ്യക്തിത്വത്തിനും ആത്മാർത്ഥമായ പ്രവർത്തനത്തിനും കിട്ടിയ ഒരു അംഗീകാരം. 2. പണത്തിനപ്പുറം വ്യക്തിഗുണങ്ങൾക്കും മനുഷ്യബന്ധങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം. 3. ആ രണ്ടാമൂഴം എന്ന തിരിച്ചുവരവിന്റെ കഥ. അത് വളരെ വൈകാരികവും പ്രചോദനാത്മകവുമാണ്. അതിൽ ടീം വർക്കിനുള്ള പങ്കും. 4. ബിസിനസ് പ്രവർത്തനങ്ങളെ സേവനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ആരോഗ്യപരവും സാമ്പത്തികവുമായ ഒരു സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം എന്ന നിലയിൽ. 5. ലീഡർഷിപ്പിനും ടീം വർക്കിനും സ്നേഹകൂട്ടായ്മയ്ക്കും കൊടുക്കുന്ന ഊന്നൽ. പിന്നെ 6. മരണശേഷവും നിലനിൽക്കുന്ന വരുമാനം അഥവാ പാസീവ് ഇൻകം എന്ന ആശയത്തിലൂടെ തലമുറകളിലേക്കുള്ള കരുതൽ എന്ന ആ ഒരു ശക്തമായ വാഗ്ദാനം. അതെ, ഈ സന്ദേശം മൊത്തത്തിൽ നോക്കുമ്പോൾ വ്യക്തിപരമായ നേട്ടം, സാമൂഹിക സേവനം, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, തലമുറകളിലേക്കുള്ള ചിന്ത, ഇതെല്ലാം എങ്ങനെയാണ് ഹമീദ് മുസ്ലിയാർ ഒരുമിച്ച് ചേർക്കുന്നത് എന്നത് വളരെ കൗതുകകരമാണ്. ഒരു വാണിജ്യപരമായ പ്രവർത്തനത്തെ അദ്ദേഹം വ്യക്തിബന്ധങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്വം, കൂട്ടായ്മയുടെ കെട്ടുറപ്പ്, എന്തിന് മരണാനന്തരമുള്ള അനശ്വരത്വം പോലുള്ള വലിയ ആശയങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വിവരണത്തിൽ. ഈ ബിസിനസ് കേവലം ഒരു ജോലി എന്നതിലുപരി ഒരു ജീവിത രീതിയും ഒരു മൂല്യവ്യവസ്ഥയുമായിട്ട് മാറുകയാണ്. ഒരു വാണിജ്യ സംരംഭത്തിനുള്ളിൽ നിന്നുകൊണ്ട് സേവനത്തിനും തലമുറകളിലേക്കുള്ള സ്വാധീനത്തിനും ഇത്രയധികം ഊന്നൽ നൽകുന്ന ഈ വിവരണം കേൾക്കുമ്പോൾ ശരിക്കും അർത്ഥവത്തായ ഒരു ജോലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിക്കാവുന്നതാണ്. അതെ, നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹമീദ് മുസ്ലിയാർ വരച്ചു കാട്ടുന്ന ഈ ചിത്രം, കച്ചവട വിജയം, സാമൂഹിക സേവനം, വ്യക്തിപരമായ പൈതൃകം എന്നിവയെല്ലാം ഇങ്ങനെ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്ന്, ഇത് വളരെ ആകർഷകമായി തോന്നാം. ബാസിത് സാറിന്റെ നേട്ടം, അത് അദ്ദേഹത്തിൻ്റേത് മാത്രമല്ല, അത് സമൂഹത്തിനുള്ള സേവനമാണ്, ടീമിന് പ്രചോദനമാണ്, ഭാവി തലമുറകൾക്കൊരു കരുതലാണെന്നാണ് ഈ സന്ദേശം നമ്മളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അർത്ഥവത്തായ സംഭാവനയെക്കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കാലശേഷവും നിലനിൽക്കുന്നൊരു സ്വാധീനം സൃഷ്ടിക്കുക എന്ന ആശയത്തിന് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം നൽകാറുണ്ട്? അതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഹമീദ് മുസ്ലിയാരുടെ കാഴ്ചപ്പാടുകളിലേക്കുള്ള ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് ഇനിയും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ എന്താണ്? അത് പറഞ്ഞു തരാൻ, നിങ്ങളുടെ കൈ പിടിക്കാൻ വളരെ ശക്തരായ കഴിവുറ്റ ഈ മേഖലയിൽ വളരെ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ
നമുക്കുണ്ട്. ഈ ഇരിക്കുന്ന ഉമർ ഉസ്താദ് എന്ന് പറയുന്നത് ഞങ്ങളെ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഈ ഒരു ബിസിനസ് മേഖല പരിചയപ്പെടുത്തി തന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുക എന്നതിലുള്ള ഒരു ഗുണം എന്താണ്? അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നതിന്, സഹായം നമുക്ക് കിട്ടുന്നതിലൂടെ നമുക്കിത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് ആവശ്യമാകുന്ന നിരവധി ട്രെയിനിങ്ങുകൾ ഓരോ ദിവസവും, എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ സമയം വ്യത്യസ്തരായ ആളുകൾ ഇതിൽ വന്ന് വിജയിച്ച അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പങ്കുവെക്കുന്നതും, അതോടൊപ്പം തന്നെ തുടർന്നുള്ള ഒരു രാപ്പകലുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ വേരിയേഷൻ ഏതൊക്കെ നമുക്ക് ആവശ്യമായതുണ്ടോ അതൊക്കെ രേഖകളായി, വീഡിയോകളായി, മറ്റ് പ്രമാണങ്ങളായി നമ്മളിലേക്ക് എത്തിച്ചു തന്ന് നമ്മുടെ കൈ പിടിച്ച് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന തുല്യതയില്ലാത്തൊരു ലീഡർ ഈ ഒരു സംഘത്തിനുണ്ട് എന്നത് മറ്റുള്ള ആളുകളൊക്കെ പലപ്പോഴും അസൂയാവഹമായ രീതിയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ആളുകൾ നമ്മൾ ഒന്നിച്ചാണ്, ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, ഒരു വീട്ടിലാണ്, ഒരു കുടുംബമാണ്. സ്നേഹത്തോടു കൂടെ തുല്യതയില്ലാത്ത ഒരു സ്നേഹബന്ധവും ഒരു കൂട്ടായ്മയും ഒക്കെ നമുക്കിതിൽ അനുഭവപ്പെടും. അതിൽ ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നുമില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രാധാന്യം. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് മനുഷ്യൻ എന്നതിലപ്പുറം വിഭാഗീയമായി പലതും പറഞ്ഞുകൊണ്ട് തൊട്ട അയൽവാസിക്ക് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് പരസ്പരം അന്യോന്യം പ്രാർത്ഥിക്കുന്നത്, അന്യമതസ്ഥരായ ആളുകൾ ഞങ്ങളുടെ ഉമർ ഉസ്താദിന് ഒന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹൃദ്യമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. അപ്പൊ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമാധാനത്തിനും ഒക്കെ സഹായകമാകുന്ന ഇതിന്റെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, നമുക്ക് അഭിമാനം തോന്നുന്ന ഒരുപാട് അനർഘ നിമിഷങ്ങളെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഈ വൈകിയ വേളയിൽ ഇനിയും ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊന്ന് സാമ്പത്തികമാണ്. ആ വിഷയത്തിൽ ഞങ്ങളൊക്കെ മാതൃകകളാണ്. ഞങ്ങളൊക്കെ മദ്രസാധ്യാപകരും മറ്റുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഉമർ ഉസ്താദൊക്കെ ആ വിഷയത്തിൽ പറയാൻ നിൽക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം പറഞ്ഞാലും എവിടേക്കും എത്തൂല. അത്രത്തോളം ആവേശകരമായ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുണ്ട്. ഒക്കെ പിന്നീടുണ്ടായിത്തീരും. കാരണം ഇത് നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ വേണ്ടത് നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ച്, നമ്മുടെ ഉള്ളിൽ ഒരു കോടതി, അവിടെ ഒരു വിചാരണയും, അവിടെ ഒരു വാദിയും പ്രതിയും വക്കീലും ഒക്കെയായി അന്തിമ വിധി പറയുന്ന ഒരു ജഡ്ജി നമ്മളാവണം. അവിടെ ഇടത്തും വലത്തും നോക്കാതെ നമ്മുടെ സാഹചര്യ തടവറയിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ആവശ്യമില്ലാത്ത അനാവശ്യമായ പല ഡീസന്റുകളും നമുക്കുമേൽ കെട്ടിച്ചമച്ച ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ വലിച്ചെറിയുന്ന പമ്പരം പോലെ കറങ്ങി നടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് അള്ളാഹു അനുവദിച്ച അതിർവരമ്പുകൾ തെറ്റിക്കാതെ, സത്യസന്ധമായി കളവ് പറയാതെ മറ്റുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു മേഖലയാണ് എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഇതിന്റെ അവസാനം